യെസ്, ഈ മാധവ് സുരേഷിനുണ്ടല്ലോ എയറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ യോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകാശത്തേക്ക് ഒരു പോക്കായിരുന്നു. ഇപ്പൊ തന്നെ ആകെ മാറി. ഒരു കാര്യം പറയാ, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. ട്രോളുകൾ, മീമുകൾ, അങ്ങനെ കഴിഞ്ഞ ദിവസം കൊണ്ട് മിൽമേൻ ട്രോളുന്ന കണ്ടു. ഇപ്പൊ തൃശൂർ സിറ്റി പോലീസും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോയി കിടപ്പാടവും പോയി, ആപ്പാടുണ്ടായിരുന്ന മാനവും പോയി. അതിന്റെ കാര്യം വെച്ചാൽ ലഹരിക്കെതിരുള്ള ഒരു ബോധവൽക്കരണമാണ് ലക്ഷ്യം. അവർ തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. മാധവ് സുരേഷ് കുറെ നാളുകളായിട്ട്, കുറെ ആഴ്ചകളായിട്ട് തന്നെ എയറിലാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അദ്ദേഹം അഭിനയിച്ച അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ ഡയലോഗാണ്, നമ്മൾ അനാഥരാണ് എന്നാൽ ഗുണ്ടകളല്ല. ഈ ഡയലോഗാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എന്ത് തുടർന്നാലും, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, എന്ത് തുടർന്നാലും ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി, ഇപ്പൊ ട്രോളായി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീൽസ് തോണ്ടിയാലും എങ്ങനെയാണെങ്കിലും ഇത് തന്നെയാണ് ഇപ്പൊ ട്രെൻഡിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പോലീസിന്റെ സമൂഹ മാധ്യമ പേജിൽ ഇട്ടിരിക്കുന്നത്, അതായത് ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് അതിൽ കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് ആ ലഹരി ഉപയോഗിച്ചിട്ട്? നമ്മൾ ഗുണ്ടകളല്ല, അനാഥരുമല്ല, ഇനി നേരെയാകാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ട് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. അതുപോലെ തന്നെ ഈ വിമുക്തിയുടെ നമ്പരും ഇതിന് തൊട്ടു താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ പോസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ പല തരത്തിലുള്ള കമന്റുകളും ഈ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. ഒന്ന് പോലീസിനെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പിന്നെ പോലീസിനെതിരായിട്ടുള്ള കമന്റുകളെല്ലാം ഇതിന് താഴെ വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് പല രീതിയിലുള്ള, അതായത് ഈ ഡയലോഗ് ഇറങ്ങിയതിനെ തുടർന്ന് പല രീതിയിലുള്ള ട്രോളുകളാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ മാധവ് സുരേഷിന് ഈ എയറിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കട്ടെ എന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അത് ഇല്ലാതാക്കല്ലേ.